മഹാരാഷ്ട്രയിലെ പുനെയിൽ ബസ്സിനകത്ത് യുവതിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതിയുടെ ഫോട്ടോ പുറത്തുവിട്ട് പോലീസ്. വിവരം നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീനാഥ്, അക്ഷരാർത്ഥത്തിൽ നാടിനെ നടുക്കിയതാണ് ഈ സംഭവം. അതിൽ പ്രതിയുടെ ഫോട്ടോ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും കടുത്ത പ്രതിരോധത്തിലായി നിൽക്കുന്ന സമയത്താണ് പ്രതിയെ എത്രയും വേഗം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ ഇയാളുടെ ഫോട്ടോ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുള്ളത്. 13 സംഘങ്ങളെ തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റുമൊക്കെ പോലീസിന്റെ പരിശോധന ഇപ്പോൾ നടക്കുന്നുമുണ്ട്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദത്താത്രേയ രാംദാസ് എന്നതാണ് ഇയാളുടെ പേര് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. വിവിധ കേസുകളിലായി പലവട്ടം ജയിലിൽ കഴിഞ്ഞതാണ്. 2019 മുതൽ ജാമ്യത്തിൽ പുറത്തിറങ്ങി നടക്കുന്നയാളാണ് ഇപ്പോൾ അതിക്രൂരമായ ഒരു കുറ്റകൃത്യം നടത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് നിർത്തിയിട്ട ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് ഒരു യുവതിയെ ഇയാൾ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായത്. സ്വദേശമായ സത്താരയിലേക്ക് പോകാനായി എത്തിയ യുവതിയാണ് തെറ്റിദ്ധരിപ്പിച്ച് ഇയാൾ AC ബസ്സിനകത്തേക്ക് കയറ്റുന്നത്. അതിനുള്ളിൽ നടന്ന അതിക്രമത്തിന്റെ ശബ്ദങ്ങളോ കരച്ചിലോ ഒന്നും തന്നെ മറ്റാരും കേട്ടതുമില്ല. പിന്നീടാണ് സുഹൃത്തിന്റെ സഹായത്തോടെ യുവതി പോലീസിൽ പരാതി നൽകുകയും പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നു എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം വലിയ തോതിൽ രംഗത്ത് വരുന്നുണ്ട്. സംഭവത്തിൽ കർശന നടപടി അതിവേഗം ഉണ്ടാവണമെന്ന് DGPക്ക് അയച്ച കത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന്.